സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശവുമായി ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷവേളയിൽ ഇന്ത്യയിൽ കാണുന്ന കാഴ്ചകൾ ഭീതിജനകമാണ്, ആശങ്ക ഉയർത്തുന്നതാണ്. രാജ്യത്ത് ഉടനീളം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ക്രിസ്മസ് കരോളുകളെ ആക്രമിക്കാൻ ഇത്തരം ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന താക്കീതുമായി സംഘപരിവാർ ശക്തികൾ BJP രാജ്യത്ത് ഒട്ടാകെ അഴിഞ്ഞാടുകയാണ്. സ്കൂളുകളിൽ നടക്കുന്ന ചടങ്ങുകൾക്കെതിരെ പോലും സംഘപരിവാർ വാളോങ്ങുകയാണ്. ഇത്തരം പ്രാകൃത സമീപനങ്ങൾക്ക് ഭരണകൂടത്തിൻ്റെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. മതങ്ങളുടെ മാതാവും സംസ്കാരങ്ങളുടെ പ്രഭാവ കേന്ദ്രവും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഇന്ത്യ ഈ ആഘോഷവേളയിൽ ലോകത്തിൻ്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുകയാണ്. തിരുപ്പിറവിയുടെ അസുലഭ മുഹൂർത്തത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിശ്വാസികളെ ഭീതിയിലാഴ്ത്തുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കപ്പെടുന്നത്. 4-5 വർഷമായി സഭയുടെ നേതൃത്വത്തിൽ, കാസയുടെ നേതൃത്വത്തിൽ മുസ്ലിം വിരോധം മാത്രം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വർഗീയ ശക്തികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടന്നിരുന്നു. ക്രിസ്ത്യൻ വിശ്വാസികളെ BJPക്ക് വിൽക്കാൻ വേണ്ടി അരമനയിലും അരങ്ങത്തും വലിയ രീതിയിലുള്ള കോപ്പ് കൂട്ടൽ നടത്തിയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുസ്ലിം വിരോധം തുപ്പി BJPയേക്കാൾ വലിയ ദേശസ്നേഹികളായി അഭിനയിച്ച് നടക്കുന്ന അഭിനവ ജൂദാസുകൾ അവരുടെ കണ്ണു തുറക്കേണ്ട സമയമാണ്. സഭാവിശ്വാസികളെ, ക്രിസ്ത്യാനികളെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് BJPക്ക് വിൽക്കാൻ വേണ്ടിയാണ് ബിഷപ്പുമാർ, കാസ സംഘടിതമായി ശ്രമിച്ചത്. അജഗണങ്ങളെ മുഴുവനും നരിയുടെയും കടുവയുടെയും വായിലേക്ക്, ആലയത്തിലേക്ക്, വന്യഭൂമിയിലേക്ക് ആനയിക്കുകയായിരുന്നു ചില ബിഷപ്പുമാർ, കാസ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ. സഭകളും കാസയും ചേർന്ന് പാവപ്പെട്ട വിശ്വാസികളെ തങ്ങളുടെ കഴുത്തിറക്കാൻ നിൽക്കുന്ന വേട്ടക്കാരൻ്റെ മുമ്പിലേക്ക് ആനയിക്കുകയായിരുന്നു ഇതുവരെ. കഴിഞ്ഞ ലോകസഭ ഇലക്ഷനിൽ തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സഭയുടെയും ബിഷപ്പുമാരുടെയും കാസയുടെയും ഡീലായിരുന്നു. ഈ കൊടിയ വഞ്ചന തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മോട് വിളിച്ചു പറയുന്നത്. അവർക്ക് കണ്ണ് തുറന്ന് കാണാൻ പാകത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ BJPയും സംഘപരിവാറും ബജ്റംഗ് ദളും രാജ്യത്തുടനീളം നടത്തുന്നത്. കേരളത്തിലും അവർ അത് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ 2 സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്കെതിരെ വീഡിയോ റെക്കോർഡുള്ള ആക്രമണം ഉണ്ടായത്. കേരളത്തിൽ കേക്കും അപ്പവുമായി നടക്കുന്ന BJPക്കാർ പുറം സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് കാസയും സഭയും ബിഷപ്പുമാരും പറയേണ്ടതുണ്ട്. ജബൽപൂരിലെ ഹവാബാഗ് വനിതാ കോളേജിൻ്റെ അടുത്തുള്ള ചർച്ചിലാണ് ആദ്യ ആക്രമണം നടന്നത്. BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവക്കൊപ്പമാണ് സംഘം പള്ളിയിലേക്ക് ഇരച്ചു കയറിയത്. അഞ്ജു ഭാർഗവയാണ് കാഴ്ചയില്ലാത്ത ഒരു യുവതിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും ആക്രമിക്കുന്നതും ആക്രോശിക്കുന്നതും. യുവതിയുടെ മുഖത്തും കയ്യിലും കയറിപ്പിടിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും അന്ധയായി തുടരൂ എന്നാണ് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് കാഴ്ചശക്തിയില്ലാത്ത ആ യുവതിയോട് ആക്രോശിക്കുന്നത്. ആക്രമണ സംഭവം നടത്തിയത് BJPയാണ്. BJPയും സംഘപരിവാർ ശക്തിയുമാണ്. പക്ഷേ കേസെടുത്തത് വികാരിക്കെതിരെയാണ്. വകുപ്പ് മതപരിവർത്തന നിരോധന നിയമമാണ്. സിയോനി ജില്ലയിലെ ലക്നാടൻ പ്രദേശത്തും സമാനമായ ആക്രമണം അരങ്ങേറുകയുണ്ടായി. ഒരൊറ്റ സ്കൂളും അടച്ചിടാൻ പാടില്ല, ക്രിസ്മസ് ദിനത്തിൽ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് UP ആദിത്യനാഥിൻ്റെ വകയുള്ള തിട്ടൂരം. ഒഡീഷയിലാകട്ടെ ക്രിസ്മസ് അലങ്കാരങ്ങളും സാന്റാക്ലോസ് വേഷങ്ങളും വിൽക്കാനെത്തിയവരെ അടിച്ചോടിക്കുകയായിരുന്നു. വർഗീയതയില്ലാത്ത, പരമത വിദ്വേഷമില്ലാത്ത, സഹവർത്തിത്വമുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ക്രിസ്മസ് പ്രചോദനമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.